കാലത്തെ ഒരു 3 മണി 3:30 അമ്പലത്തിൽ എത്തണം എന്ന് ഉറപ്പിച്ച് നമ്മൾ കിടന്നു. പക്ഷേ സ്വാഭാവികമായി നമ്മൾ എണ്ണീറ്റ് വന്നപ്പോൾ 4 മണി 4:30. പിന്നെ പെട്ടെന്ന് കുളിച്ച് റെഡിയായി നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പം നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. തിരക്ക് കൂടി എല്ലാം നമ്മുടെ ടൈം കാൽക്കുലേഷനും തെറ്റും. കാരണം ഉച്ചയോടെ നമുക്ക് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം. പരക്കെ നടക്കുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തോ ഞങ്ങൾ അമ്പലത്തിലെത്തി അവിടെ നിന്നൊരു താലമൊക്കെ വാങ്ങിച്ചു ചെന്നപ്പം എനിക്ക് വലിയ തിരക്ക് ഫീൽ ചെയ്തില്ല. ഓൾറെഡി അന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു. അത് മാത്രമല്ല മഴ കാരണം റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു ന്യൂസൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം വലിയ തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സറിഞ്ഞ് അകത്ത് കയറി ഞങ്ങൾക്ക് തൊഴുത് എല്ലാം കഴിഞ്ഞിറങ്ങി പ്രസാദമൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾ കോൾഡ് കോഫി കുടിക്കാൻ പോയിട്ടോ. കുറേ വട്ടം ഈ ഗുരുവായൂരിലെ വീഡിയോസ് ഞാൻ കാണുമ്പം അന്നേ ഞാൻ വിചാരിച്ച എന്തായാലും ഇവിടെ വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. 50 രൂപ ഒരു കോൾഡ് കോഫിക്ക്. അതുപോലെ തന്നെ ഇവിടെ GPay ഇല്ല, ക്യാഷ് പേ മാത്രമേ ഉള്ളൂ. 50 രൂപയ്ക്ക് വെർത്താണ്. അതുപോലെ സൂപ്പർ ടേസ്റ്റ് ആണ്. എന്തായാലും എല്ലാവരും ഇവിടെ വരുമ്പോൾ മസ്റ്റ് ട്രൈ ആട്ടോ. നമ്മളകത്ത് അത്രയും നമ്മുടെ ക്ഷീണമൊക്കെ ഈ ഒരൊറ്റ ഗ്ലാസ് സാധനം കുടിച്ചാൽ മാറട്ടോ. അതിനുശേഷം അപ്പോഴത്തേക്ക് എൻ്റെ ഒരു അനിയത്തി അങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോയി. അപ്പോൾ ഗുരുവായൂർ നമ്മൾ പോയതിൻ്റെ ആ ഒരു കംപ്ലീഷൻ ഇവിടെ വന്ന് തൊഴുത് കഴിയുമ്പോഴാണ് ആകുന്നതെന്ന് കേട്ടു. അപ്പം അമ്പലത്തിൽ അമ്പലത്തിൻ്റെ പണിയൊക്കെ നടക്കുമായിരുന്നു. നടയെ അടച്ചിരുന്നു. എന്നിട്ട് നമ്മൾ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ഹോട്ടലിലെത്തി റൂം വെക്കേറ്റ് ചെയ്തു. നമ്മൾ നേരെ ട്രെയിൻ പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. അപ്പോഴാണ് നമ്മുടെ ഒരു ചേച്ചി പൂതവും ഭാവിയും വർത്താനവും പറയാനോട് എത്തി. പക്ഷെ വർത്താനം പറയാൻ നമുക്ക് സമയം തീരെ ഇല്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി. അപ്പം ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ഗുരുവായൂർ വിശേഷം. അപ്പം വളരെ ലവബിൾ അതുപോലെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു എനിക്കിത്. അപ്പോൾ ഇതുപോലെ ഇനി ഞങ്ങൾക്ക് പോകാൻ കഴിയട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.